എൻ്റെ പേര് ഫാദർ നിഖിൽ തെക്കിനേത്ത് MS. ഞാൻ ലാസ്ലറ്റ് സന്യാസ സമൂഹത്തിലെ ഒരു അംഗമാണ്. ഞാനിപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് തെലങ്കാനയിലെ ഖമ്മം ഡയസിസിലെ നൂതനക്കൽ എന്നുള്ള സ്ഥലത്ത് പരിശുദ്ധ ലാസ്ലറ്റ് മാതാവിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരിടവകയിൽ വികാരിയച്ഛനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു മിഷൻ കിട്ടിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഞാനിവിടെ കൊച്ചച്ഛനായിരുന്നു 9 മാസത്തോളം. ഞങ്ങളിവിടെ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു മിഷനൊന്നും ആയിരുന്നില്ല. ഒരു പള്ളിയുടെ കീഴിൽ 6 സബ്സ്റ്റേഷനുകൾ, 2 ഗ്രാമങ്ങളിൽ പള്ളികളുണ്ട്. ബാക്കി 4 സ്ഥലങ്ങളിലും ഞങ്ങൾ വീടുകളിലും വഴിയോരങ്ങളിലൊക്കെ ഇരുന്നാണ് കുർബാനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമേ ഞങ്ങൾ വരുമ്പോൾ ഈ ഒരു ഇടവകയിലാണെങ്കിലും ആകെ 1-2 കുട്ടികൾ മാത്രമായിരുന്നു വന്നിരുന്നത്. ഞായറാഴ്ചകളാണെങ്കിലും പലപ്പോഴും ചിലപ്പോൾ ആരുമില്ലാതെ 1-2 ആഴ്ചകളാണെങ്കിൽ ആരും വരാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ കുർബാന ചൊല്ലി തിരിച്ചു പോയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മെയിൻ ഇടവകയിൽ. പിന്നെ ചില ദിവസങ്ങളിൽ 3-4 പേരൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഈശോയുടെ സ്നേഹം ഈ മക്കൾ അനുഭവിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ആ പരിശുദ്ധ കുർബാനയോടുള്ളൊരു പ്രത്യേക സ്നേഹം അവർ അനുഭവിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറഞ്ഞതൊരു 60-70ഓളം മക്കൾ ഞായറാഴ്ച കുർബാനകൾക്ക് വരുന്നതായിട്ട് കാണാനായിട്ട്, ആ ഒരു സ്നേഹം അനുഭവിക്കുന്നത് കാണാനായിട്ട് ഞങ്ങൾക്ക് ഇടയായി. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും എല്ലാം മറന്ന് ദൈവത്തെ ജീവിതത്തോട് കൂട്ടാനും ദിവ്യബലിയിലൂടെ ഈശോയെ മുറുകെ പിടിച്ച് അവിടുത്തോട് കൂടെ നിന്നുകൊണ്ട് ജീവിതം ആരംഭിക്കാൻ ഇവിടെ ജനങ്ങളെ പ്രാപ്തരാക്കുന്നതും ഈ വൈദികൻ തന്നെ. ജീവിക്കാനായി കാടുകയറുന്ന ഇവിടുത്തെ മനുഷ്യർ വന്യമൃഗങ്ങളെയോ അവയുടെ ഉപദ്രവങ്ങളെയോ ഇന്ന് ഭയക്കുന്നില്ല. കാരണം ഏതാപത്തിലും തങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ജീവിക്കുന്ന ദൈവത്തിലാണ് ഇന്നിവർ വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം അവരിലേക്ക് പകർന്നുകൊടുത്ത വൈദികൻ അവർക്കു വേണ്ടി പ്രാർത്ഥനയോടെ കൂടെയുണ്ടെന്നുള്ളതും ഇവർക്ക് കരുത്തു പകരുന്നു. ഞങ്ങളുടെ ഇടവകയിലെ ഒരു 60 കുടുംബങ്ങളിലെ അപ്പച്ചന്മാർ ചെയ്യുന്ന പണിയാണിത്. ഇവർ മെയിനായിട്ട് കാട്ടിൽ വരും. കാട്ടിൽ വന്ന് ഈ മുള കട്ട് ചെയ്തിട്ടാണ് ഇവരിതിനെ കൊട്ടകളാക്കിയിട്ട്, പല രീതിയിലുള്ള കൊട്ടകളാക്കിയിട്ട് വിൽക്കലാണ് ഇവർ സാധാരണ ചെയ്യുന്നത്. ഈ ഒരു കാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10-15-20ഓളം കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരണം. അവർ വൈകിട്ട് രാത്രി വരെ ഈ പണി ചെയ്തിട്ട് ഇതേ സൈക്കിളിൽ 20 കിലോമീറ്ററോളം ചവിട്ടി തിരിച്ചവരവരുടെ വീടുകളിലേക്ക് പോയിട്ട് വേണം അടുത്ത ദിവസം തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ള കൊട്ട നെയ്യാനുള്ള ഈ മുള ഇതുകൊണ്ട് അവർ ചെയ്യും. അവർ ഈ ഒരു പണിക്ക് വന്നു കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത്, അവർ ആ ഒരു മുള വെട്ടുന്നതിന് മുമ്പ് പോലും അവർ ചെയ്യുന്നത് ഒരു ഈശോയോട് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചതിന് ശേഷം മാത്രമേ അവർ ആ ഒരു മുള വെട്ടിത്തുടങ്ങുള്ളൂ. നമ്മൾ ഈ ഒരു ക്രൈസ്തവ വിശ്വാസത്തിലൊരു കത്തോലിക്ക വിശ്വാസത്തിൽ ചിലപ്പോൾ ജന്മം കൊണ്ടും വിശ്വാസം കൊണ്ടും വളർന്ന നമ്മൾ പോലും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിലൊന്നും ചെയ്യാത്തൊരു കാര്യം ഇവരിൽ വീക്ഷിക്കാനായിട്ട് ഞാൻ ഇടയായിട്ടുണ്ട്.
ഞങ്ങൾ ലാസ്റ്റിലത്തെ അച്ഛന്മാർ ഇപ്പോൾ ഒരു വർഷമായി ഇവിടേക്ക് വന്നപ്പോൾ, ഇതിനു മുമ്പ് ഒരു PMI അച്ഛനാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയെ നോക്കിയത്. അച്ഛനൊരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ അക്രൈസ്തവരായ ഈ മക്കളാണ് ആ അച്ഛനെ, ഒരു ഇറ്റാലിയൻ അച്ഛനാണ് ആ അച്ഛനെ പെട്ടെന്ന് പോയി രക്ഷിക്കാനും അത്രത്തോളം കരുതലോടുകൂടി നോക്കിയത്. ആ ഒരു നന്മ ഇന്നും അച്ഛന്മാരോട് ഇവർക്കുണ്ട്. അന്ന് അച്ഛൻ ഇവർക്ക് മാമോദിസ കൊടുത്തു. അച്ഛൻ അവർക്ക് ചെയ്ത നന്മകളിലൂടെ ആ ഒരു വിശ്വാസത്തിലേക്ക് അവരുടെ ഇഷ്ടത്തോടുകൂടി കടന്നു വന്നു. കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ വളർന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഒരു 7 വർഷത്തോളം ഒരു ഗ്യാപ്പ് ഈ ഒരു മിഷൻ മേഖലയിൽ അച്ഛന്മാരുടെ കുറവുകൾ കൊണ്ട് അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ ഉണ്ടായി. കാരണം മിഷണറിമാരില്ലാത്തൊരവസ്ഥയിൽ അച്ഛന്മാർക്ക് സമയത്ത് കുർബാനയ്ക്ക് എത്തിച്ചെല്ലാൻ പറ്റാത്തൊരവസ്ഥകൾ ഈ മിഷനിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ലാസ്റ്റിലറ്റ് വൈദികർ ഈ ഒരു മിഷൻ ഏറ്റെടുത്തതിൽ പിന്നെ അവരോടൊപ്പം ആയിരിക്കാനും ഇങ്ങനെ ഒരു ഈശോ നിങ്ങളോടൊപ്പം ഉണ്ടെന്നും പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വളർന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ കുടുംബങ്ങളിലും അവരുടെ വ്യക്തിജീവങ്ങളിലും ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോഴാണെങ്കിലും ഈ ഒരു സ്ഥലത്താണെങ്കിലും അപ്പച്ചന്മാരും ആരും ഞങ്ങളോടൊന്നും അധികം അടുക്കില്ല. അവരെന്തോ ആ ഒരു ദൈവത്തിൽ നിന്ന് അകന്നു പോയൊരവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെങ്കിലും നമ്മൾ അവരുടെ അടുത്ത് പോവാനും അവരോടൊപ്പം ആയിരിക്കാനായിട്ട് ഏത് രീതിയിൽ അവരോടൊപ്പം ആയിരിക്കാനായിട്ട് പറ്റുമോ അത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ മുമ്പുണ്ടായിരുന്ന അച്ഛനാണെങ്കിലും ഞാനാണെങ്കിലും ഏതൊരു രീതിയിലും അവരോടൊപ്പം, അത് ചിലപ്പോൾ ഇപ്പം ഇങ്ങനെ പണിക്ക് വരുമ്പോൾ നമ്മളാലാവുന്ന സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ഇങ്ങനെ വരാനൊക്കെ ശ്രമിക്കും. ജസ്റ്റ് നമുക്കൊന്നും ആയില്ല, ചിലപ്പോൾ അവരുടെ കൂടെ ചുമ്മാ ഇരിക്കുക, ആ ഒരു സമയത്തിൽ ചിലപ്പോൾ ഈശോയെക്കുറിച്ചൊന്ന് പറയുക, അല്ലെങ്കിൽ ചിലപ്പോൾ അവരോട് കൂടെ ആയിരിക്കും അവരവരുടെ ബുദ്ധിമുട്ടുകളും കുടുംബത്തിലെ സങ്കടങ്ങളും അതൊക്കെ അങ്ങനെ പങ്കുവെക്കാനും അതിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നു ഞങ്ങൾ. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ ദൈവം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ആ ഒരു 60 കുടുംബങ്ങളിലെ ഒരു 59 പേരും കുടിയന്മാരാണ്, അപ്പച്ചന്മാർ. ജീവിച്ചിരിക്കുന്ന അപ്പച്ചന്മാരെല്ലാവരും കുടിയന്മാരാണ്. കഴിഞ്ഞൊരു വർഷം ഇതേ ഒരു നോയമ്പ് കാലത്താണ് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനയിലും ഉപവാസ പ്രാർത്ഥനയിലൊക്കെ വന്ന് പങ്കെടുത്ത് ഒരപ്പച്ചൻ ഈ ഒരു ജീവിതത്തിലേക്ക് തിരിച്ച് ആ കുടി നിർത്തി ദൈവവിശ്വാസത്തിലേക്ക് പൂർണ്ണമായിട്ടും വന്നു. അതേമാതിരി തന്നെ ഈ വർഷവും അതേമാതിരി ഒരു 5-8 അപ്പച്ചന്മാർ ഈ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അപ്പച്ചന്മാർ ഇപ്പോൾ കുടിയും കാര്യങ്ങളെല്ലാം നിർത്തി പ്രാർത്ഥനയിലും നൊയമ്പും ഉപവാസമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വീണ്ടും ആ ഒരു ദൈവസ്നേഹം അനുഭവിച്ച് ഇതിലേക്ക് കടന്നു വരുന്നു. ദൈവം പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കുറവുകളുള്ള വൈദികരായ ഞങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പണിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനത്തെ ഈ ഒരു റിസ്ക് പിടിച്ച പണിക്ക് ഇവർ വരുന്നതെന്ന് പറഞ്ഞത്. കാരണം ഇതിൻ്റെ പൊക്കത്ത് കയറുമ്പോൾ കണ്ണിലും ശരീരത്തൊക്കെ ഇതിൻ്റെ മുള്ളൊക്കെ കൊള്ളുന്ന പറയണേ. പിന്നെ അവരുടെ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഇത്രയും റിസ്ക് എടുത്ത് പിന്നെ ഞാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യമാണ് കൂടെ ഒരാളും കൂടി വന്നേക്കണം. എന്ത് പറ്റിയാലും ഞാൻ തിരിച്ച് നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഇവരൊരുമിച്ച് വന്നേക്കണേന്ന്. പിന്നെ ആ ഒരു കുടുംബത്തിന് വേണ്ടി സന്തോഷത്തോടെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഒരു അച്ഛന്മാർ അവിടെ വന്ന് സ്ഥിരം കുർബാനയും സ്ഥിരം പ്രാർത്ഥനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ തന്നെ പറയാനായിട്ട് തുടങ്ങി. കാരണം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ജനസമൂഹമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ജാതി എന്നാണ് ഇവരറിയപ്പെടുന്നത്. എങ്കിൽ തന്നെയും ഇപ്പോൾ അവർ നമ്മുടെ ഈ ഒരു ലാസലറ്റ് മാതാവിൻ്റെ പേരിലുള്ള ഒരു പള്ളി തന്നെ അവർക്കൊരു വലിയൊരു ഐഡൻറ്റിറ്റി കൊണ്ടുവരാം. അമ്മ, പരിശുദ്ധ അമ്മ, നമ്മുടെ സ്വർഗത്തിൻ്റെ അമ്മ, ആ ഒരു മക്കൾക്കൊരു വലിയൊരു ഈ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ വലിയൊരു മാറ്റവും വലിയൊരു പേരും അവർക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. ഇപ്പോഴാണെങ്കിലും ഈ മക്കൾ അറിയപ്പെടുന്നത് ലാസലറ്റ് മാതാവിൻ്റെ പള്ളിയുടെ കീഴിലുള്ളവരല്ലേ, ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പം നോക്കി ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ അത് തന്നെ ഇപ്പോൾ ആരും പള്ളി എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു വികാരമായി, അതൊരു അനുഭവമായിട്ട് മാറി.
അവർ ദൈവസ്നേഹത്തിൽ വളരാനായിട്ട് ഏതൊരു രീതിയിലും നമ്മളെ കൊണ്ട് പറ്റുമോ ആ രീതിയിൽ അവരോടൊപ്പം ഇപ്പോൾ അപ്പച്ചന്മാരിങ്ങനെ വരുന്നു, ഇവരുടെ കൂടെ വരാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ വൈകിട്ടത്തെ സമയങ്ങളാണെങ്കിലും ചിലപ്പോൾ അമ്മച്ചിമാരും എല്ലാവരും ഒരുമിച്ച് കൂടി എവിടെയെങ്കിലും ഒന്ന് കൂടി ഒരുമിക്കാനും പ്രാർത്ഥിക്കാനും ആ ഒരു ദൈവത്തെക്കുറിച്ച് ചിലപ്പോൾ അവരുടെ വീടുകളിലേക്ക് കയറി ചെന്ന് പറഞ്ഞു കൊടുക്കാനും, നമ്മുടെ പോലെ തന്നെ ഒരു സിസ്റ്റം പൂർണ്ണമായിട്ടും പള്ളിയിൽ കറക്റ്റ് 6 മണിക്ക് വന്ന് പറഞ്ഞാൽ 6 മണിക്ക് വന്ന അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ചിലപ്പോൾ 6 മണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 7 മണിക്ക് വരും, 8 മണിയാവും, 9 മണിയാവും. നമ്മൾ കാത്തിരിക്കുക. പക്ഷെ ഒരു കുർബാന തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ വീടുകളിലേക്ക് പോയി ആദ്യമേ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരണം. ചിലപ്പോൾ ഒരാൾ പോലും വരാത്ത ദിവസങ്ങളുണ്ടായിരുന്നു ഞായറാഴ്ചകളിൽ. പക്ഷെ ദൈവം അങ്ങനെ ഒരാൾ പോലും ഇല്ലാതിരുന്നൊരു ദിവസം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഞായറാഴ്ച പണിക്ക് പോവാതെ ഒരു ഞായറാഴ്ച ദിവസം ആ ദൈവത്തിൻ്റെ സാബത്ത് പൂർണ്ണമായിട്ട് ആചരിക്കുന്ന മക്കളായിട്ട് ആ ഒരു ദൈവജനത്തെ ദൈവം ഒരുക്കി. അപ്പോൾ ആരും നിർബന്ധിക്കണ്ട. ഇപ്പോൾ ഒരു പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന ഉള്ളൊരു ദിവസങ്ങളിലാണെങ്കിൽ തന്നെയും അവരുടെ യജമാനന്മാർ റൈറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്, ഒരാളുടെ കീഴിലാണ് ഒരു പണിയെടുക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പറയും, ഞങ്ങൾ ഇന്നത്തെ ദിവസം വരില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടെന്ന് അവർ ധൈര്യത്തോടു കൂടി ദൈവത്തിന് സാക്ഷ്യം കൊടുക്കുന്ന ഒരു മക്കളായിട്ട് ദൈവം അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയൊക്കെ ഒരുക്കി. പൂർണ്ണമായൊരു താല്പര്യത്തോടു കൂടെ അല്ല ഇവിടേക്ക് വന്നെങ്കിൽ തന്നെയും ഈ ജനങ്ങൾ, കാരണം മിഷനെ കുറിച്ച് പലതും കേട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊന്നും ചിലപ്പോൾ ഇവിടെ നടക്കില്ല. കാരണം ദൂരം, കാലാവസ്ഥ, ഇവരുടെ സംസ്കാരം, പല വെല്ലുവിളികൾ ഇതിൻ്റെ ഇടയിലുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പലവരും കേട്ടിട്ടുണ്ട് ഇപ്പോൾ മിഷനുമാർക്ക് അങ്ങനെ ഒത്തിരിയേറെ വെല്ലുവിളികളുണ്ട്, പല മതപരമായ വെല്ലുവിളികളും. അങ്ങനത്തെ വെല്ലുവിളികൾ നിറഞ്ഞു നിൽക്കുമ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മിഷനിലുള്ളൊരു സന്തോഷം, നമ്മൾ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്നൊരു സന്തോഷം, ആ ദൈവസ്നേഹം അനുഭവിക്കുമ്പോൾ ആ ജനങ്ങളിലുള്ള ഒരു മാറ്റം കാണാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ദൈവം ഇവിടെ എന്തോ നമ്മളിലൂടെ ചെയ്യാനായിട്ട് ബലഹീനരായ നമ്മുടെ കരങ്ങളിലൂടെ അർപ്പിക്കുന്ന ദിവ്യബലികളിലൂടെ പ്രഘോഷിക്കുന്ന ആ ഒരു വചനത്തിലൂടെ ആ മക്കളിൽ ആ ഒരു ദൈവസ്നേഹത്തിൻ്റെ വിത്ത് വിതറാനായിട്ടും അതിലൂടെ ആ വചനത്തിലൂടെ വരുന്ന മാറ്റങ്ങൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഇന്നുള്ള എൻ്റെ ഇവിടുത്തെ ഈ ഒരു ജീവിതവും എൻ്റെ ഈ ഒരു ശുശ്രൂഷയും അതൊരു സന്തോഷം നൽകാനായിട്ട് തുടങ്ങി. കാരണം ആ ഒരു ദൈവസ്നേഹം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ആ ദൈവം ആ മക്കളെ കരുതുന്നതും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് തുടങ്ങി. അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇടവകയുള്ളപ്പോൾ ഇതിൻ്റെ കീഴിൽ 6 സബ്സ്റ്റേഷനുകളുണ്ട്, 6 കപ്പേള പള്ളികളുണ്ട്. അന്നത്തെ 2 പള്ളികളിൽ മാത്രം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാം പള്ളിയും അങ്ങനെ വിശ്വാസത്തിൽ ആൾക്കാരൊക്കെ വളർത്തി. പക്ഷെ അല്ലാതെ ഇരിക്കുന്ന ഒരു 4 സ്ഥലങ്ങളിൽ നമുക്ക് പള്ളികളില്ല. അവിടെയാണെന്നുണ്ടെങ്കിൽ ഉള്ള വിശ്വാസികളാണെങ്കിൽ ഒത്തിരിയേറെ നമ്മുടെ അച്ഛന്മാർ എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് പല സഭകളിലേക്കൊക്കെ പോയി. പക്ഷെങ്കിൽ തന്നെയും ഇപ്പോൾ ആരും ഇല്ലാത്തൊരിടയിൽ പോയിട്ടാണെങ്കിലും ചിലപ്പോൾ വഴിയിലിരുന്നാണെങ്കിലും അവരുടെ വീട്ടിലിരുന്നൊക്കെ ആണെങ്കിലും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും വചനം പ്രഘോഷിക്കുമ്പോഴും അവരിൽ വരുന്ന മാറ്റവും, ഇപ്പോൾ ഒരു സൗകര്യങ്ങളും ഇല്ലാതെയാണെങ്കിൽ തന്നെയും ആ ജനങ്ങൾ കാണിക്കുന്ന ആ ഒരു വിശ്വാസവും, ചിലപ്പോൾ മണിക്കൂറുകളാണെങ്കിലും ഒരു പരിഭവം ഇല്ലാതെ ആ വചനം കേൾക്കാനും ആ ഒരു ദൈവസ്നേഹത്തിൽ ആഴപ്പെടാനായിട്ട് കാണിക്കുന്ന ആ ഒരു വലിയൊരു താല്പര്യം, എനിക്ക് തന്നെ ഒരു വെല്ലുവിളിയായിട്ടാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ ഒരു വെല്ലുവിളി എനിക്ക് സന്തോഷം തരുന്നുണ്ട്. ആ മക്കൾക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് എന്നെ വളരെ സന്തോഷത്തോടു കൂടെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു മിഷനറി എന്നാൽ പള്ളിമേടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആരുമില്ലാത്തവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരുവനായി ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നവനാണ് എന്ന വിശ്വാസത്തിൽ ജ്വലിച്ച് ഈ പാവപ്പെട്ടവർക്കായി തൻ്റെ ജീവിതം മുഴുവനായി സമർപ്പിച്ച് അവരോടൊപ്പം ജീവിക്കുന്ന ക്രിസ്തു സാക്ഷിയായി മാറുകയാണ് ഈ വൈദികൻ.
നമ്മുടെ ഇപ്പോൾ എൻ്റെ ഒരു സാന്നിധ്യം ദൈവം ഇവിടെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിന് വലിയൊരു തെളിവ്, വലിയൊരു ബോധ്യം ഞാനിവിടെ വന്ന് ചേർന്നപ്പോൾ തന്നെ ദൈവം എനിക്ക് തന്നു. കാരണം ഇവിടുത്തെ ഈ ജനങ്ങളുടെ ഇടയിൽ മന്ത്രവാദവും കൂടോത്രം അങ്ങനത്തെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു ദിവസം ഒരു അമ്മച്ചിയുടെ മോള് വന്നെപ്പോഴും കരയുമായിരുന്നു ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ അമ്മച്ചിക്ക് വയ്യ, ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ എന്ന്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ വികാരിച്ചൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ ആ വീട്ടിലേക്ക് പോകാനായിട്ട് ഇടയായി. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നവരാണ്. ഒരിക്കൽ വേറെ മതത്തിലായിരുന്നെങ്കിലും കത്തോലിക്ക വിശ്വാസം പരിപൂർണ്ണമായിട്ട് സ്വീകരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരിയേറെ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവസാനം ഈ അമ്മച്ചി രോഗിയായി. അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ അമ്മച്ചി ഒരു കട്ടിലുമോ കിടക്കുകയാണ്. അമ്മച്ചി കട്ടിലുമോ കിടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ എല്ലും തോലാണ്. ചെറിയൊരു അമ്മച്ചി, ചിലപ്പോൾ ഒരു 4 അടിയോളം പൊക്കമുണ്ട് അമ്മച്ചിക്ക്. മൊത്തം എല്ല്, ഇറച്ചി എന്ന് പറയാനായിട്ട് കൈമയോ കാലുമേ ഇല്ല. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് കട്ടിലുമോ കിടക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അമ്മച്ചി ആ സാരി ഇങ്ങനെ പൊക്കിയിട്ട് കാലും കൂടിയും കാണിച്ചു തന്നു. കാല് മൊത്തം 2 കാലും ഈ വിരൽ തുടങ്ങി ഈ മുട്ടുകാല് വരെ ഇങ്ങനെ പഴുത്ത്, തൊലിയില്ല, ആകെ തൊലി മൊത്തം പഴുത്ത് കുഷ്ഠരോഗന്മാരിയ്ക്കുക. ഈ കാലിൻ്റെ എല്ല് മാത്രം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനും ചിന്തിച്ചു, ദൈവം ഈ അമ്മച്ചി ഇങ്ങനെ കിടന്ന് നരകിച്ച് ചാവണയിലും ഭേദം ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ട് കുമ്പസാരം കേട്ടിട്ട് വിശുദ്ധ കുർബാന കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് ഞാൻ അങ്ങനെ കുമ്പസാരം കേട്ടു അമ്മച്ചിയുടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുർബാന കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് ഇത്രേ ഉള്ളൂ, ഈശോയെ ഈ അമ്മച്ചീനെ നീ ഉടനെ വിളിച്ച് നിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകണം. കാരണം ഇങ്ങനെ കിടക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. കാരണം അത്രത്തോളം ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിത് പ്രാർത്ഥിച്ച്, ഞാനിങ്ങനെ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ച് പള്ളിയിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം തുടങ്ങി ഈ അമ്മച്ചിയുടെ മോള് വന്നിട്ട് പിന്നെയും കരച്ചില്ല, അമ്മച്ചിക്ക് വയ്യ. അപ്പം അന്നേരം ഇങ്ങനെ ഒരു തോന്നൽ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. കുറച്ച് വെള്ളം എടുത്തു, അന്നാം വെള്ളം വെഞ്ചിരിച്ച് കൊടുക്കാനായിട്ട്. വിശ്വാസത്തോടുകൂടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമുണ്ട്, പക്ഷേ ഈ ഒരു അമ്മച്ചിയുടെ കാര്യത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു അന്നാം വെള്ളം ഉപ്പിട്ട് ഞാൻ വെഞ്ചിരിച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു. നേരെ ഒരു ചിന്ത അങ്ങനെ വന്നു, ഒരു തുണിയിൽ അമ്മച്ചി അത് മുക്കിയിട്ട് അമ്മച്ചിയുടെ കാലുമോ ഒപ്പാൻ പറഞ്ഞു. അമ്മച്ചി ഇങ്ങനെ തന്നെ വീട്ടിൽ പോയിട്ട് മോള് അമ്മച്ചിയുടെ കാലുമോ ഈ അന്നം വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മുക്കി ആ മുറിവുമ്പോൾ ഇങ്ങനെ തുടയ്ക്കാൻ തുടങ്ങി. തുടച്ച് 3 ദിവസം തുടച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇങ്ങനെ പഴുത്ത് എല്ല് കണ്ടിരുന്ന ആ ഒരു വ്യക്തിയുടെ കാല് മൊത്തം തൊലി 3-ാമത്തെ ദിവസം വന്നു. 4-ാം ദിവസം ഈ അമ്മച്ചി പള്ളിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം കേൾക്കുന്ന ഞാൻ ആ ആൾത്താരയിൽ നിന്ന് കരഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോയി. കാരണം പലപ്പോഴും ചിലപ്പോൾ സെമിനാറിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു അന്നാം വെള്ളത്തെ പോലും ചിലപ്പോൾ ഞാനും അതിന് കൊടുക്കേണ്ട ഒരു ഗൗരവം കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ഈ അന്നാം വെള്ളം തീർന്ന് കഴിയാറായപ്പോൾ ചിലപ്പോൾ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടാണെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ പോയിട്ട് ചിലപ്പോൾ കുറച്ച് പച്ചവെള്ളം അതിനകത്ത് മിക്സൊക്കെ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ദൈവമേ, അതിന് തീയുടെ ഒരു ശക്തിയുണ്ട്, സുഖപ്പെടുത്താനായിട്ടൊരു വലിയൊരു ശക്തിയുണ്ട്. എന്നാൽ നമ്മുടെ കരങ്ങളിലൂടെ, ഒരു വൈദികൻ്റെ കരങ്ങളിലൂടെ ആശീർവദിക്കപ്പെടുന്ന ജലമാണെങ്കിലും വസ്തുക്കളാണെങ്കിലും അതിന് വലിയൊരു മാറ്റം ജനങ്ങൾ രോഗത്തിൻ്റെതായ മേഖലകളിലാണെങ്കിലും മറ്റ് മേഖലകളിലാണെങ്കിലും ഒരു വലിയൊരു മാറ്റം, സ്ഥിരമായൊരു മാറ്റവും സൗഖ്യവും കൊണ്ടുവരാനായിട്ട് പറ്റുന്നു. ആ ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചു. ഈ ഒരു ആദ്യത്തെ എൻ്റെ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ച വലിയൊരു കാര്യം, പിന്നെ എൻ്റെ വിശ്വാസം വളർത്തി. കാരണം ഞാൻ മരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ച ആ ഒരു അമ്മേനെ ദൈവം ഇന്ന് എഴുന്നേറ്റ് നടത്തിക്കാനായിട്ട് ഇടയായി. ഇപ്പോൾ അവിടുത്തെ അപ്പച്ചന്മാരമ്മച്ചിമാർ ആരും ആരോഗ്യമുള്ളവർ വന്നാലും വന്നില്ലേലും അന്ന് അങ്ങനെ മരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച ആ അമ്മച്ചിയാണ് ഇന്ന് ഒത്തിരിയേറെ കുറവുകൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരിലും മുമ്പ് ഓടി വന്ന് പള്ളിയിലിരിക്കുന്നതും. ചിലപ്പോൾ ഇപ്പോഴും ആരോഗ്യം അത്ര നല്ല രീതിയിലല്ലെങ്കിലും രോഗത്തിൻ്റെതായ അവസ്ഥകളിലും വന്ന് പള്ളിയുടെ കീ തരുമോ എന്ന് ചോദിച്ചിട്ട് പള്ളി തുറന്ന് ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും കാണിക്കുന്ന ഒരു തീക്ഷ്ണത എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. എൻ്റെ ആ ഒരു സാന്നിധ്യത്തെ തന്നെ അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സാന്നിധ്യമാണെന്ന് എന്നെ തിരിച്ചറിയാൻ ആ ഒരു ബോധ്യത്തിലേക്ക് ദൈവം എന്നെ വളർത്തി.